Good morning. Good morning, guys. Good morning. പറഞ്ഞാലേ ഈ ത്രെഡ് ചെയ്യാം. ഇത് പെട്ടെന്നൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള വൈറ്റ്നസ് കൊണ്ടുവരും. ഗുഡ് മോർണിംഗ്. അപ്പം ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ ഇന്നാണ് ബാംഗ്ലൂരിൽ നിന്ന് കണ്ണൂർക്ക് പോകുന്നത്. നമ്മളൊരു അമ്പലം കാണാനായിട്ടാണ് പോകുന്നത്. നിങ്ങൾക്കറിയായിരിക്കും ഇപ്പം ഭയങ്കര വൈറലായിട്ട് ഇപ്പോഴാണ് അതിൻ്റെ സീസൺ ഉള്ളത്, കൊട്ടിയൂർ അമ്പലം. അപ്പോൾ നമ്മൾ ഇന്ന് നാട്ടിക്ക് മീൻസ് കണ്ണൂർക്ക് പോകും. എൻ്റെ നാട് തൃശ്ശൂരാണ്. അപ്പോൾ ഇന്ന് രാത്രിയാണ് നമ്മൾ പോകുന്നത്. ഇന്ന് തേഴ്സ്ഡേ നൈറ്റ് ഒരു 8:45 ആകുമ്പോഴാണ് ഞങ്ങളുടെ ബസ് ഉള്ളത്. പിറ്റേ ദിവസം ഫ്രൈഡേ മോർണിംഗ് ആണ് അവിടെ എത്തുക. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. പിന്നെ കുട്ടിയോട് പോകുമ്പം ഞാൻ അതിൻ്റെ വ്ലോഗ് എടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. ഐ എം ലക്ഷ്മി. അപ്പോൾ എല്ലാവരുടെയും പോലെ തന്നെ എൻ്റെ ഒരു മോർണിംഗും സ്റ്റാർട്ടാവുന്നത് ഫേസ് വാഷ് ചെയ്തും ബ്രഷ് ചെയ്തും മുടിയൊക്കെ ഒന്ന് കെട്ടി വെച്ചിട്ടും തന്നെയാണ്. കഴിഞ്ഞ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയിൽ എനിക്കിതൊന്നും ഉൾപ്പെടുത്താൻ സാധിച്ചില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ ഈ വീഡിയോയിൽ ഇതൊക്കെ ഒന്ന് കിടക്കട്ടെ എന്ന്. അപ്പോൾ ആ കാണുന്ന ബ്ലൂ കളറിലുള്ള ഫേസ് വാഷാണ് ഞാൻ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് യൂസ് ചെയ്യുന്നത്. ഡെർമാകോയുടെ സാലിസിലിക് ആസിഡിൻ്റെ ഫേസ് വാഷാണത്. എൻ്റെ പോലെ ആക്നെ, സെൻസിറ്റീവ്, ഓയിലി സ്കിന്നുള്ളവർക്കൊക്കെ അടിപൊളി ഫേസ് വാഷാണ് കേട്ടോ അത്. അപ്പോൾ ഫേസൊക്കെ വാഷ് ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ മുടി ഒന്ന് അഴിച്ചു കെട്ടുകയാണ്. തലേദിവസം രാത്രി എല്ലാ ജടയും കളഞ്ഞ് മുകളിലേക്ക് കെട്ടിവെക്കുന്ന മുടിയാണ്. എങ്കിൽ പോലും പിറ്റേ ദിവസം രാവിലെ അഴിക്കുമ്പോൾ ഒരുപാട് ജട പിടിച്ചിട്ടുണ്ടാവും. എന്താണെന്നറിയില്ല, എൻ്റെ മുടി പെട്ടെന്ന് ജട പിടിക്കുന്ന മുടിയാണ്. കുറച്ച് വേവി ടൈപ്പ് ഓഫ് മുടിയുമാണ്. അപ്പം എൻ്റെ പോലെ ജട പിടിക്കുന്ന മുടി ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ ഗൈസ്. അപ്പോൾ അതിനുശേഷം ഞാൻ ഒരു ലിപ് ബാം ഇട്ട് എൻ്റെ സ്കിൻ കെയർ ഇവിടെ കഴിഞ്ഞു. കാരണം ഞാനൊരു ഫേസ് പാക്ക് ഇടാം എന്നുള്ളൊരു തോട്ടിലാണ് ഞാൻ മോയ്സ്ചറൈസർ ഒന്നും ഇടാതെ വെച്ചത്. പക്ഷെ പിന്നീട് പാക്കൊന്നും ഇടാൻ സമയം കിട്ടിയില്ല ഗൈസ്. അപ്പോൾ അതിനുശേഷം ഞാൻ ലാപ്ടോപ്പിൽ കുറച്ച് വീഡിയോയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ മോർണിംഗ് ഡ്രിങ്ക് കുടിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ABC ജ്യൂസ് ഐസ് ക്യൂബിലാക്കിയിട്ട് ഇളം ചൂടുവെള്ളത്തിലിട്ടിട്ടാണ് ഞാൻ കുടിക്കുന്നത്. അപ്പോൾ അതിനുശേഷം നമുക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റിന് ഞങ്ങളെപ്പോഴും ഞാനും കുഞ്ഞിനും കഴിക്കാറുള്ളത് തൈര് ചോറാണ്. തൈര് ചോറ് എന്നാണോ അതിനെ പറയാമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അതാണ് മിക്കപ്പോഴും ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാറുള്ളത്. മറ്റേ ചെറുപയറും തൈരൊക്കെ ഇട്ടിട്ടുള്ള ഒരു തരം ചോറാണ്. സോ അത് നമ്മുടെ ഗട്ടിനും ഓവറോൾ എല്ലാത്തിനും നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഈ ഡ്രിങ്ക് ഞാൻ പല സമയങ്ങളിലായിട്ട് പണികളുടെ ഇടയിലും കുടിച്ചു തീർക്കാറാണ് പതിവ്. അപ്പോൾ അങ്ങനെ കുഞ്ഞൻ ജോലി കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ഈ ഒരു തൈര് ചോറാണെങ്കിൽ ഒരുമിച്ചാണ് ഫുഡ് കഴിക്കാറുള്ളത്. കാരണം എനിക്കിത് കഴിക്കാൻ കുറച്ച് മടിയുള്ള കാരണം കുഞ്ഞനെപ്പോഴും ഇങ്ങനെ തരാറാണ് പതിവ്. ഗൈസ്, ഞാനപ്പം ലഞ്ചൊക്കെ കുക്ക് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നമുക്ക് സാമ്പാറും ചോറും മുട്ട ഓംപ്ലേറ്റും ആണുള്ളത്. പിന്നെ ഇന്നലത്തെ കുറച്ച് കടലക്കറി ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ലഞ്ച്. അപ്പോൾ ഞാൻ കുക്ക് ചെയ്തതൊന്നും ഇതിൽ കൂടുതലായിട്ട് കാണിച്ചിട്ടില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം കുക്കിംഗ് ആയിരുന്നു കൂടുതലും കാണിച്ചത്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ കുക്കിംഗ് അല്ലാതെ കുറച്ച് ബാക്കിയുള്ളതൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ. അപ്പം നമ്മൾ ഇന്ന് നൈറ്റ് പോകുന്നതുകൊണ്ട് കുറച്ച് ഗ്രൂമിങ് ചെയ്ത് പോകാമെന്ന് വിചാരിച്ചു. അപ്പം ത്രെഡ് ചെയ്തിട്ട് ഞാൻ കുറച്ച് ദിവസങ്ങളായി. ഞാൻ ഇതുപോലെ എന്തെങ്കിലും ഫങ്ഷനോ അല്ലെങ്കിൽ നാട്ടിലേക്ക് പോകുമ്പോഴൊക്കെയാണ് കൂടുതൽ കോൺഷ്യസ് ആവാറുള്ളത്. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെയാണ് നടക്കാറുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ത്രെഡ് ചെയ്യാമെന്ന്. കുറേ വളർന്നു, കാട് പോലെയായി. ഇനി ഇത്രയും വേദന ഞാൻ സഹിക്കണം. പുറമെ എനിക്ക് പിരികത്തിൻ്റെ ഇടയിൽ കുറച്ച് കുരുക്കളും വന്നിട്ടുണ്ട്. അപ്പം എന്തായാലും ജീവൻ പോകും തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ത്രെഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് ത്രെഡ് ചെയ്യുന്നത് കാണാം. ത്രെഡ് ചെയ്യണത് കാണാൻ പറ്റുമോ എന്നറിയില്ല. അപ്പോൾ ഞാൻ എന്തായാലും ത്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം. അപ്പം ഇവിടെ അടുത്ത് തന്നെ ഒരു ബ്യൂട്ടി പാർലറുണ്ട്. പക്ഷെ ഇപ്പം സമയം ഉച്ചയാണ്, 1 മണിയായിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ അവരവിടെ അടച്ചു പോയോന്നൊന്നും അറിയില്ല. ഇവിടെ കുറേ കടകൾ ഉച്ചയ്ക്ക് അടച്ചു പോവും, പിന്നെ അവർ ഉച്ച തിരിഞ്ഞിട്ടൊക്കെ തുറക്കാറുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും പോയി നോക്കാം. എന്തായാലും എനിക്ക് ഇന്ന് തന്നെ ചെയ്യണം. നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ചെയ്യാം. അപ്പം അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പം ഞാൻ ത്രെഡ് ചെയ്യാൻ പോയിട്ട് കാണാം ഗൈസ്. ത്രെഡ് ചെയ്യാനായിട്ട് ഇറങ്ങുമ്പോഴാണ് കറക്റ്റ് സമയത്ത് കുഞ്ഞൻ വന്നത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് ഇറങ്ങിയത്. ഞാൻ ത്രെഡ് ചെയ്യാനും ആൾ ജോലിക്കുമാണ് ഇറങ്ങിയത്. അപ്പോൾ അതേ ത്രെഡ് ചെയ്തൊക്കെ കഴിഞ്ഞു. ഒരു 5 മിനിറ്റിൽ എല്ലാം കഴിഞ്ഞു കേട്ടോ. എൻ്റെ ഭാഗ്യത്തിന് അവർ കടയൊന്നും അടച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് സുഖമായിട്ട് ത്രെഡ് ചെയ്തിട്ട് പോന്നു. ഗായ്സ്, അങ്ങനെ ത്രെഡിങ് ഒക്കെ കഴിഞ്ഞ് ഞാൻ ദേ വന്നുള്ളൂ. നമ്മുടെ റൂം 3rd ഫ്ലോറിലാണ്. അപ്പോൾ ഇവിടെ ലിഫ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷെ അത് കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ ഇതുവരെ റെഡിയാക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ കയറി വന്നുകൊണ്ട് ഇരുന്ന് കിതയ്ക്കുന്നത്. അപ്പം നമ്മൾ ത്രെഡൊക്കെ ചെയ്തു. പറഞ്ഞ പോലെ എനിക്ക് ത്രെഡ് ചെയ്യുന്നത് എടുക്കാൻ പറ്റിയില്ല. എനിക്ക് ഭയങ്കര ഒരു അൺകംഫർട്ടബിൾ. അപ്പോൾ ഒരു 5 മിനിറ്റത്തെ കാര്യമുള്ളൂ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ അങ്ങനെ തിരക്കൊന്നുമില്ല. ഒരു കുട്ടി പാർലറാണ്. അപ്പോൾ നമ്മളവിടെ ത്രെഡ് ചെയ്തു. എങ്ങനെയുണ്ട് ത്രെഡിങ് ഒക്കെ? പറഞ്ഞ പോലെ ജീവൻ പോയി ഗായ്സ്. നല്ല വേദന ഉണ്ടായിരുന്നു. കുറേ ഹെയർസ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ. അപ്പോൾ നിങ്ങൾ പറയൂ എങ്ങനെയുണ്ട് എൻ്റെ ത്രെഡ് ചെയ്തത് എന്ന്. എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നും. അപ്പം അത്രേ ഉള്ളൂ. എനിക്ക് ഒരു സ്റ്റോറി ടെല്ലിംഗ് ചാനൽ കൂടെ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സ്റ്റോറീസ് റെക്കോർഡ് ചെയ്യുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റെക്കോർഡ് ചെയ്യും തെറ്റും, വീണ്ടും റെക്കോർഡ് ചെയ്യും തെറ്റും. അപ്പോൾ ആ ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ പരിപാടികൾക്കൊക്കെ ശേഷം ഞങ്ങളിതേ ലഞ്ച് കഴിക്കുകയാണ്. സാമ്പാർ, കടലക്കറി, മുട്ട ഓംപ്ലേറ്റ്. വേറെ എന്ത് വേണം ഗൈസ്? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കോംബോ. അപ്പോൾ ഇതേ പടക്കളം മൂവി വീണ്ടും വെച്ചിട്ടുണ്ട്. അങ്ങനെ ഫുഡടിക്ക് ശേഷം ഞാൻ ദേ ചെറുതായിട്ടൊന്ന് മയങ്ങാൻ പോയി. ഗായ്സ്, ഞാൻ ദേ ഉറങ്ങി എണീറ്റുള്ളൂ. നന്നായിട്ട് ഉറങ്ങി. ഫുഡ് കഴിച്ചാൽ എനിക്ക് എപ്പോഴും ഇങ്ങനെ ഉറക്കം വരാറുണ്ട്. അപ്പം അങ്ങനെ ഞാൻ ഉറങ്ങി. ഇപ്പോഴത്തെ 6 മണിയായി. നമുക്ക് കുറച്ച് സമയമേ ഉള്ളൂ. നമുക്ക് 8:45 ബസ്. ഇവിടുന്ന് മടിവാളയിൽ നിന്നാണ് നമ്മൾ കയറുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇനി ഡ്രസ്സ് എടുത്ത് വെക്കണം, കുളിക്കണം, ഫുഡ് കഴിക്കണം, പിന്നെ അങ്ങനെ അല്ലറ ചില്ലറ പണികളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഞാനിവിടെ ടെറസിൻ്റെ മേലെ വന്നിരിക്കുകയാണ്. ഇവിടെ കുറച്ച് ഡ്രസ്സൊക്കെ ഞാൻ ഉണക്കിട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ. ഞങ്ങൾ നാട്ടിലേക്ക് പോകുന്ന കാരണം കുറച്ച് മുന്നേ എല്ലാ ഡ്രസ്സും തിരുമ്പിയിട്ടു. അപ്പം ഞാനത് എടുക്കാവുന്നതാണ്. നമുക്കത് എടുത്തിട്ട് പോയിട്ട് ബാഗൊക്കെ പാക്ക് ചെയ്യാം ഗൈസ്. ഇവിടെ ഇട്ടിട്ടാണ് എൻ്റെ ഇന്നേഴ്സൊക്കെ മോഷണം പോയത്. അതിനുശേഷം ഞാനിവിടെ എൻ്റെ ഇന്നേഴ്സൊന്നും ഇടാറില്ല. എൻ്റെ റൂമിൽ തന്നെയാണ് ഞാൻ ഇടാറുള്ളത്. അപ്പോൾ ഇതാണ് എൻ്റെ ട്രാവൽ ബാഗ്. ഗായ്സ്, നമുക്ക് ഒരു ഫേസ് മാസ്ക് ഇടാം. ഒരു എഗ് വൈറ്റ് പ്ലസ് കോഫി പൗഡർ മാസ്കാണ്. നിങ്ങളിത് യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അങ്ങനെയാണ് എനിക്ക് ഇത് കിട്ടിയത്. നമുക്ക് പീൽ ചെയ്തെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ഫേസ് മാസ്കാണ്. നമ്മുടെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് ഭയങ്കര സിമ്പിളാണ്. അതായത് ഒരു എഗ്ഗിൻ്റെ വൈറ്റ് മാത്രം എടുക്കുക, യെല്ലോ കളയുക, അതിലേക്ക് കുറച്ച് കോഫി പൗഡർ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. എൻ്റെ കോഫി പൗഡർ നല്ല കട്ട പിടിച്ച് അതിൽ എയർ കിടന്നിട്ടാണ് ഇരുന്നത്. അപ്പം നല്ല ശക്തിയായിട്ട് നമ്മൾ ബീറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ആയി കിട്ടും. അപ്പം നമ്മൾ മാസ്ക് ഇടാൻ പോവാണ്. ഇതിലൊന്നുമില്ല, എഗ് വൈറ്റും അതുപോലെ കോഫി പൗഡറാണ്. കോഫി പൗഡർ കുറച്ച് കട്ട പിടിച്ചു, അതുകൊണ്ട് ഇതിൽ കട്ടയായിട്ട് കിടക്കുന്നുണ്ട്. നമ്മളിത് ഒരു ലെയർ ആദ്യം അപ്ലൈ ചെയ്യുക. അതിൻ്റെ മേലെ നമ്മൾ ടിഷ്യൂ പേപ്പർ വെക്കുക. വീണ്ടും ഒരു ലെയർ ആഡ് ചെയ്യുക. എന്നിട്ട് വീണ്ടും ഒരു ടിഷ്യൂ പേപ്പർ വെക്കുക. എന്നിട്ട് ഉണങ്ങി കഴിയുമ്പോൾ അതൊരു മാസ്ക് പോലെ ഇങ്ങനെ പോരും. അപ്പം ഇതാണ് നമ്മുടെ ഫേസ് മാസ്ക്. ഇത് പെട്ടെന്നൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള വൈറ്റ്നെസ് കൊണ്ടുവരും. പിന്നെ നമ്മുടെ ഫേസ് സ്റ്റിഫായിട്ട് തോന്നും, അങ്ങനെയൊക്കെ. അതായത് ഇപ്പോൾ നമ്മൾ കുറേ നാളായിട്ടൊരു ഡൾ ഫേസ് ആണെങ്കിൽ ഒന്ന് നല്ല ഫേസ്, നല്ല ഒരു ഗ്ലോയൊക്കെ വരാൻ കുറച്ച് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് മാസ്കാണ് ഇത്. ഞാൻ ഒരു സീരിയൽ ആക്ട്രസ് ഉണ്ട്, ആളുടെ പേര് എനിക്കിപ്പോൾ ഓർമ്മയില്ല.
ആള് ചെയ്തത് കണ്ടിട്ടാണ് ഞാൻ ചെയ്തത്. എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഞാനിത് കുറേ വട്ടം ചെയ്ത് നോക്കിയിട്ടുള്ള ഒരു സംഭവമാണ്. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നല്ലതാണ്. അപ്പോൾ എന്തെങ്കിലും ഫങ്ഷനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോണതിന് മുന്നേ ഒക്കെ നിങ്ങൾക്കിത് ചെയ്ത് വെക്കാവുന്നതാണ്. നല്ല ഇൻസ്റ്റൻറ്റ് ഗ്ലോ തരും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആദ്യം നമ്മൾ ഈ പാക്ക് ഫേസിൽ ഫുൾ അപ്ലൈ ചെയ്യണം. അതിന് ശേഷം നമ്മൾ അതിൻ്റെ മേലെയാണ് ഈ ഒരു ടിഷ്യൂ പേപ്പർ ഒട്ടിക്കുന്നത്. ഇത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മിണ്ടാൻ പാടില്ല. മിണ്ടിക്കഴിഞ്ഞാൽ നന്നായിട്ട് വലിഞ്ഞ് സ്കിൻ നന്നായിട്ട് ചുളിവ് വരും. അപ്പോൾ ഇത് നല്ല എന്ത് മാസ്ക് ഇട്ടാലും നമ്മളധികം മിണ്ടാൻ പാടില്ല എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഞാനിത് ഇട്ടിട്ട് പിന്നെ പണിയോട് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. കഴിഞ്ഞിട്ടുള്ള കോലം കണ്ട് നിങ്ങൾ പേടിക്കരുത് കേട്ടോ. ചിലർക്ക് ഈ മുട്ടയൊന്നും അത്ര ഇഷ്ടമില്ല, വലിയ ഇഷ്ടമല്ല. പക്ഷെ കോഫി പൗഡർ ആഡ് ചെയ്യുമ്പോൾ മുട്ടയുടെ മണമൊന്നുമില്ല. ഇത് ഇളക്കിയെടുക്കുന്ന ടാസ്ക് വളരെ സാറ്റിസ്ഫൈങ് ആണ്. പക്ഷെ ഇതിങ്ങനെ വയ്ക്കാത്ത സാറ്റിസ്ഫാക്ഷൻ ഇല്ല. കറക്റ്റ് നമ്മളിങ്ങനെ വെക്കണം. എല്ലായിടത്തും ഇതുപോലെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നമ്മൾ ഫില്ല് ചെയ്യണം. കുറച്ച് ടാസ്ക്കാണ് കറക്റ്റ് പൊസിഷനിൽ അത് വെച്ച് നമ്മുടെ ഫേസിൻ്റെ ആ ഒരു ഇതിൽ കിട്ടാൻ. പക്ഷേ ഇങ്ങനെ ചെയ്ത് നമുക്കൊരു ഐഡിയ കിട്ടും കേട്ടോ. അപ്പം എല്ലാം സിമ്പിളാണ്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയേക്കും. പക്ഷേ നല്ല അടിപൊളി റിസൾട്ട് ആയതുകൊണ്ട് നമ്മൾ കഷ്ടപ്പെടാനും തയ്യാറാവണം ഗൈസ്. നിങ്ങൾ ഈ ചുണ്ടിൻ്റെ ഭാഗത്തുനിന്ന് മാറ്റി വെച്ചോളൂ കേട്ടോ. നീ ചെറുതായിട്ട് പണി കിട്ടിയിട്ടുണ്ട്. ചുണ്ട് ഡ്രൈ ആയിരിക്കുമ്പം എന്ന് വെച്ചാൽ അത് പറിച്ചെടുക്കുമ്പോൾ ചുണ്ടിൻ്റെ സ്കിന്നും കൂടെ ഒപ്പം പോരും. ഈ ഫേസ് മാസ്ക് ഉണങ്ങുന്ന സമയം കൊണ്ട് നമുക്ക് മുകളിൽ പോയിട്ട് എടുത്ത തുണികളൊക്കെ ഒന്ന് മടക്കി വയ്ക്കാം. ഈ ഒരു ഡ്രസ്സിൽ നിലത്ത് വീണിട്ട് ചെളിയായിട്ടുണ്ട്. അപ്പോൾ ഞാനത് മാറ്റി വയ്ക്കുകയാണ്. ബാക്കി എല്ലാ ഡ്രസ്സുകളും ഞാൻ മടക്കി ഒതുക്കി എടുത്ത് വയ്ക്കുകയാണ്. അതിന് ശേഷം ഞാൻ എൻ്റെ നെയിൽസൊക്കെ കട്ട് ചെയ്യാണ്. രാത്രി ചിലരൊന്നും നെയിൽസ് കട്ട് ചെയ്യില്ല, പക്ഷെ എനിക്ക് ആ പ്രശ്നങ്ങളൊന്നും ഇല്ല ഗൈസ്. അപ്പോൾ ഇതൊക്കെയാണ് പാക്ക് ചെയ്യേണ്ട സാധനങ്ങൾ. ഞാനെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമുക്ക് ഇതെല്ലാം ഉണങ്ങി പീൽ ചെയ്യുന്ന സമയമായി. എനിക്കിത് ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. ഇതധികം ഉണങ്ങാൻ വിടണ്ട കേട്ടോ. കുറച്ചൊരു ഉണങ്ങുമ്പോൾ തന്നെ നമ്മൾ എടുക്കണം. കാരണം ഒരുപാട് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം സ്കിന്നിന് ഇറിറ്റേഷൻ ആവാനും വേദനയാവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം ഈ സമയത്ത് ഊരുമ്പോൾ നമുക്ക് വേദനയൊന്നും ഇല്ല. ഇത് ഊരിയപ്പോൾ തന്നെ ഇൻസ്റ്റൻ്റായിട്ട് ഞാനൊരു എന്താ പറയുക, ഗ്ലോ ആയ പോലെയും വൈറ്റ് ആയ പോലെയൊക്കെ തോന്നി കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയെങ്കിൽ പറയണം. പിന്നെയുള്ളതൊന്നും ഞാൻ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. കാരണം നേരം വൈകി. നമ്മൾ ഓൾറെഡി 8:25 ആകുമ്പോൾ നമുക്ക് അവിടെ എത്തണമായിരുന്നു. പക്ഷേ നമ്മൾ നേരം വൈകി 8:25 ആകുമ്പോഴാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്നത്. അപ്പം നല്ല ബ്ലോക്കാണ്. അപ്പം ബാംഗ്ലൂരിൽ എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരേ ഒരു കാര്യമാണ് ഈ ബ്ലോക്ക്.
ബ്ലോക്കൊക്കെ കിട്ടി അത്യാവശ്യം ടെൻഷൻ അടിച്ചെങ്കിലും നമ്മുടെ ബസ് ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് ബസ് മിസ്സായില്ല. എല്ലാ പ്രാവശ്യവും ഇതുപോലെ തന്നെയാണ്, ലേറ്റ് ആവും, പക്ഷേ നമുക്ക് ലക്ക് കൊണ്ട് ബസ് കിട്ടാറുണ്ട്. അപ്പോൾ ഇനി മുതൽ നമ്മൾ കുറച്ചും കൂടെ കെയർഫുള്ളായി കുറച്ചും കൂടെ പ്രിപ്പയർ ആവണം ഗൈസ്. അങ്ങനെ ഞാൻ നമ്മുടെ സീറ്റിലോട്ട് വലിഞ്ഞു കയറുവാണ്. നമ്മൾ സ്ലീപ്പറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഉറങ്ങി കണ്ണൂർക്ക് പോവാം. അപ്പോൾ ഇതൊക്കെയാണ് സെറ്റപ്പ് അവിടുത്തെ. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ. അപ്പം ഇനി നമുക്ക് കണ്ണൂർ എത്തിയിട്ട് കൊട്ടിയൂർ അമ്പലത്തിൻ്റെ വിശേഷങ്ങളുമായിട്ട് കാണാം. അത്രയേ ഉള്ളൂ ഗൈസ്. ബൈ, ഗുഡ് നൈറ്റ്.